എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. ഞാനത് പറയില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്കത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ആരൊക്കെ ആണ്, AI മോഡലാണോ ആരാണോ നമുക്കറിയില്ല. പക്ഷെ ഇത് ആരൊക്കെ ആണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആ പ്രമുഖൻ ദിവ്യഗർഭം പറഞ്ഞ് അല്ലെങ്കിൽ ഗർഭം വാഗ്ദാനം ചെയ്ത് ഗർഭചിത്രം ചെയ്തത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യാജ അതിജീവിത അതിജീവിത ആ വ്യാജ അതിജീവിത അങ്ങനെ തന്നെ പറയണം. അതാണ് വ്യാജ അതിജീവിത കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ ബന്ധം വേർപിരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ AI മോഡൽ ഉണ്ടല്ലോ, ഈ AI മോഡൽ അവരുടെ ഭർത്താവാണ്. ഈ AI മോഡൽ അവരുടെ ഭർത്താവാണ്. അപ്പോൾ ഈ ഭർത്താവിനോട് ഞാൻ എന്നും സംസാരിക്കുന്നുണ്ട്. ഞാൻ പോയി കാണുകയും ചെയ്യും. ഇനി ഈ ഈ ഈ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നത് നിങ്ങൾ തിരിച്ചടിക്കണം. നിങ്ങൾ തിരിച്ചടിച്ചേ പറ്റൂ. പ്രമുഖ, നിങ്ങൾ തിരിച്ചടിക്കണം. നിങ്ങൾ തിരിച്ചടിച്ചേ പറ്റുള്ളൂ. തിരിച്ചടിക്കാണ്ട് നിങ്ങൾ ഇരിക്കാനേ പാടില്ല. 3 ചോദ്യങ്ങളേ ഉള്ളൂ ഇതിൽ. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. അതായത് ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. ലോങ് ടേം ഡിസ്റ്റൻസിലായിരുന്നു. ഉഭയകക്ഷി സമ്മതത്തോടെ അവർ ഒരു സമ്മിറ്റ് നടത്തി. ആ സമ്മിറ്റിൽ ഉണ്ടായിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണമായിരുന്നു, ഇവൾക്ക് വേണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭാഷണം. പക്ഷേ ഇതൊക്കെ പ്ലാൻഡ് ആണ്. ഒന്നിലേ രണ്ടുപേര് കുറ്റക്കാരായിട്ട് തീരുമാനിക്കണം. കാരണം ഓൾറെഡി നമ്മൾ കല്യാണം കഴിച്ച ഒരാൾ, അദ്ദേഹം രജിസ്റ്റർ ചെയ്ത വണ്ടി വേറൊരു രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു. ആ ഒരു ബന്ധം വേറെ രീതിയിൽ വഴിതെളിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ പ്രമുഖനായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുൽസിത പ്രവൃത്തിയിൽ നടന്ന കാര്യങ്ങൾ വളരെയധികം എന്താ പറയുക, അതിനെ ന്യായീകരിക്കേണ്ടത് കൊണ്ടും ഞാൻ പറയുന്നത്, ഈ കാണുന്നതൊന്നും വഞ്ചിതയാണ്. ഈ വഞ്ചിത എന്താ പറയുക, വേറെന്താ പറയണ്ട്, പെയിന്റ് അടിക്കാൻ വേറൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ അതാണ് സംഭവം. അതായത് ചെയ്തത് എന്തായാലും എനിക്ക് ഒറ്റ കാര്യം ഇതിൽ പറയാനുള്ളൂ. ഈ സംഭവമൊക്കെ കഴിഞ്ഞു. ഈ ഈ ഈ തുറന്നടച്ചവർക്ക് അവർക്ക് കച്ചവടമാണ്. അതായത് അവരിനി വേറെ കച്ചവടത്തിൽ പ്ലാനിങ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഈ കച്ചവടത്തിന് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഉഭയകക്ഷി സമ്മതം, അതായത് അവിഹിതം, അതാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ന്യായീകരിക്കാൻ. അവിഹിതമാണെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളായിട്ടുണ്ടാക്കിയ ഒരു പ്രൊജനി, അതിനെ നിഷേധിക്കാൻ അല്ലെങ്കിൽ അതിനെ നിർബന്ധപരമായിട്ട് എന്താ പറയുക, അബോർട്ട് ചെയ്യാൻ പറയാൻ എന്താണ് അധികാരം? ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മോറൽ ഗ്രൗണ്ടിൽ ഇനിയിപ്പോൾ നിയമം പോട്ടെ, അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, അദ്ദേഹത്തിന് ഒരുപാട് മോറാലിറ്റി പാലിക്കേണ്ട ആളാണ്. സംഭവം സിമ്പിളാണ്. അദ്ദേഹം വിവാഹത്തിലുണ്ടായിരുന്ന ഒരു യുവതിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വിവാഹ ബന്ധത്തിലുണ്ടായിരുന്ന ആളായിട്ടുള്ള ബന്ധം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് അംഗീകരിച്ചാൽ മതി. അത് അംഗീകരിക്കുക. താങ്കളാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, അതുകൊണ്ടാണ് നടന്നതെന്ന് പറഞ്ഞ് അംഗീകരിക്കുക. അല്ലാണ്ട് നമ്മളിത് വിവാഹിതയാണ്, ഇതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സംഭവം വേറെ എന്താണ്, ആ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഇതിൽ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള